നോമ്പുകാലം 6-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ വിചിന്തനത്തിനായ തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 9-ാം അധ്യായം 1 വരെയുള്ള തിരുവചനങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 3 പീഡാനുഭവ ഉദ്ധാന പ്രവചനങ്ങളിലെ 1-ാമത്തെ പ്രവചനമാണ് വചനഭാഗം. താൻ കടന്നു പോകാനിരിക്കുന്ന സഹനങ്ങളെപ്പറ്റി ഈശോ സംസാരിക്കുമ്പോൾ അതിനു തടസ്സം നിൽക്കുന്ന പത്രോസിനെയും തുടർന്ന് അവനെ തിരുത്തിക്കൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് നാം ഇന്ന് കണ്ടുമുട്ടുക. അന്നുവരെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന മിശിഹാ സങ്കല്പത്തെ പൊളിച്ചെഴുതി നിങ്ങൾ സ്വപ്നം കാണുന്ന പോലൊരു മിശിഹ അല്ല താനെന്ന് അവിടുന്ന് അവരെ പഠിപ്പിക്കുകയാണ്. താൻ അത്രമാത്രം സ്നേഹിക്കുന്ന ക്രിസ്തുവിന് മോശമായതൊന്നും സംഭവിക്കരുതെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് അവൻ ക്രിസ്തുവിനെ തിരുത്തുവാൻ ശ്രമിക്കുന്നത്. തൻ്റെ സങ്കല്പത്തിലെ ക്രിസ്തു എല്ലാ ശക്തികളുടെ മേലും ആധിപത്യമുള്ളവനായിരിക്കണമെന്നും വേദനകളുടെയും സഹനങ്ങളുടെയും മേൽ വിജയം നേടേണ്ടവനുമാണെന്നുള്ള ചിന്ത അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ മാറ്റി നിർത്തി തടസ്സം പറയുന്ന പത്രോസിനെ നാം കണ്ടുമുട്ടുന്നത്. ദൈവത്തെ തിരുത്താൻ ശ്രമിക്കുന്ന പത്രോസിനെയാണ് വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും വെളിപ്പെടുത്തപ്പെട്ട മിശിഹായെയും ദൈവിക ശക്തിയെയും തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് പത്രോസിനെ അവിടുന്ന് തിരുത്തുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തെ തിരുത്താൻ ശ്രമിക്കുന്ന പത്രോസിനെ പോലാണ് ഇന്ന് നമ്മിൽ പലരും. പത്രോസ് ഒരിക്കൽ മാത്രം അവനെ തിരുത്തുവാൻ പരിശ്രമിച്ചുവെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അനുദിനം ദൈവത്തെ തിരുത്താൻ ശ്രമിക്കുന്നവരാണ് നാമും. ദൈവത്തെപ്പറ്റി വികലമായ സങ്കല്പങ്ങളും തെറ്റിദ്ധാരണകളും മനസ്സിൽ രൂപപ്പെടുമ്പോഴും എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം ജീവിതത്തിൽ സംഭവിക്കണമെന്നുള്ള ആഗ്രഹവും നമ്മിൽ ഉടലെടുക്കുമ്പോഴാണ് അവനെ തിരുത്തുവാൻ നാം ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ, നാം സ്വപ്നം കാണുന്നത് പോലെ പലതും സംഭവിക്കാതിരിക്കുമ്പോൾ, നെയ്തുകൂട്ടിയ പലതും ചില്ലുകൊട്ടാരം കണക്കെ തകർന്നു വീഴുമ്പോൾ, പ്രതീക്ഷിച്ചതിന് വിപരീതമായി എല്ലാം സംഭവിക്കുമ്പോൾ നാമും പത്രോസിനെ പോലെ അവനെ തിരുത്താൻ പരിശ്രമിക്കാറില്ലേ? ഇങ്ങനെയല്ല ദൈവമേ സംഭവിക്കേണ്ടിയിരുന്നത്, എനിക്ക് ഏറ്റവും അനുയോജ്യമായത് ഇതല്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എത്ര മനോഹരമായിരുന്നേനെ എന്നിപ്രകാരമുള്ള വാക്കുകളാൽ നാം ആണ് ശരിയെന്ന് സ്ഥാപിക്കുവാൻ നാം പരിശ്രമിക്കാറുണ്ടോ? സ്നേഹമുള്ളവരെ, നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിച്ചു തരുന്ന ദൈവത്തെയാണ് നമുക്കെന്നും ഇഷ്ടം. അവയോട് നോ പറയുന്ന ദൈവത്തെ മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറുമില്ല, അതിന് നാം പരിശ്രമിക്കാറുമില്ല. അതുകൊണ്ടാണല്ലോ അപ്രകാരമുള്ള സാഹചര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന പൗലോസ്ലീഹായുടെ വചനം ആഴത്തിൽ ഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ദൈവകരം കാണുവാൻ നമുക്ക് സാധിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ പോലും നന്മയ്ക്കായി അവൻ പരിണമിപ്പിക്കും എന്ന ബോധ്യം ഉടലെടുക്കുമ്പോൾ നാം ഒരിക്കലും അവനെ തിരുത്താൻ പരിശ്രമിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നെ തിരുത്താൻ പരിശ്രമിക്കുന്നവരാകാതെ തിരിച്ചറിയുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.